കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് റമദാൻ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മളൊരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ബണ്ണാണ്. ബണ്ണിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ എണ്ണയുടെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ബണ്ണാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെജിറ്റബിൾ ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് വെച്ചിട്ടുള്ള ഏതൊരു ഫില്ലിങ്ങിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബൺ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബണ്ണിൻ്റെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റ് കുതിർത്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് ഇത് നല്ലതുപോലെ പൊങ്ങി വരും. അതിനായിട്ട് ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്ക് മൈദ കുഴച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഒലീവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഈ മൈദയിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 1.5 മണിക്കൂർ സമയം കൊണ്ടൊക്കെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ക്യാരറ്റ് നേരിയതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മഷ്റൂം അതായത് കൂണും ചേർക്കുന്നുണ്ട്. കൂൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലുള്ള എല്ലാ വെജിറ്റബിൾസും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് വരെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും മഷ്റൂമും കുറച്ചൊന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഒരു ക്യാപ്സിക്കം ചെറിയൊരു ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു പകുതി വരെ ചേർത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഇങ്ങനെ ഒരു ചുവന്ന മുളകാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. ഇതിന് പകരം സാധാരണ പച്ചമുളക് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഈ ഒരു ചുവന്ന മുളക് നമ്മുടെ വെജിറ്റബിൾ കറിയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫില്ലിങ്ങിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഇതിന് പകരം പച്ചമുളകായാലും മതി. പിന്നെ ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ ചേർത്തിട്ടുണ്ട്. ഇത് ടിന്നിൽ വരുന്ന സ്വീറ്റ് കോണാണ് കേട്ടോ. അഥവാ നിങ്ങളുടെ കയ്യിൽ ഫ്രഷാണ് ഉള്ളതെങ്കിൽ അത് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇത് ഓൾറെഡി വെന്തതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ചേർക്കുന്നുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്താൽ മതി കേട്ടോ. ഞാനിതിൽ ഉപയോഗിച്ച് തന്നെ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ പച്ചക്കറികളൊക്കെ കളറൊന്നും മാറിപ്പോവാതെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബിൻ്റെ ഒരു പകുതി വരെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കണം എന്നില്ല. പകരം വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. 1 ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ അതായത് വെള്ള കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത്രയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ സ്റ്റോക്ക് ചേർത്തില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പൗഡർ അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഏറ്റവും അവസാനം ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ സമയമെടുത്തു. ഇവിടെ അത്യാവശ്യം തണുപ്പായതുകൊണ്ടാണ്. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ മതിയാവും. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് വലിയ ഉരുള തന്നെ എടുക്കുക. കാരണം ഒരു ബണ്ണിൻ്റെ അത്രയും വലുപ്പത്തിൽ കിട്ടുന്ന അത്രയും ഉരുള തന്നെ എടുക്കുക. അതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ഇത്
ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരു പൂരിയുടെ അത്രയും വലുപ്പത്തിൽ. എന്നാൽ മാവിന് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. പൂരിയേക്കാളും നല്ല തിക്കായിട്ട് ഒരു ഭട്ടൂരയുടെയൊക്കെ അത്രയും ഉണ്ടാവും. എന്നിട്ട് ഒരു പൂരിയുടെ അത്രയും വലുപ്പത്തിൽ പരത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ ബണ്ണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇതുപോലെ നമ്മുടെ മോമോസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ബണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് 7 ബണ്ണാണ് ഇതുപോലെ കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ചെറുതാണ് കേട്ടോ. 7 ബണ്ണാണ് ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം, സാധാരണ നോർമൽ വാട്ടറും, പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്ത എള്ളാണ് കേട്ടോ. വെളുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ളാണെങ്കിൽ ഉള്ളതെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഈ ബണ്ണ് ഓരോന്നും എടുത്തിട്ട് പച്ചവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ഈ എള്ള് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. എള്ള് നിറയെ വേണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് 2 ഭാഗത്തുമായിട്ട് ഒന്ന് കവർ ചെയ്താൽ തന്നെ മതിയാവും. നല്ലൊരു എള്ളിൻ്റെ ഫ്ലേവർ കിട്ടും നമുക്ക് ബണ്ണ് കഴിക്കുന്ന സമയത്ത്. അതല്ല നിങ്ങളുടെ കയ്യിൽ എള്ളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്താലും മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിലെന്ന് പറയുമ്പോൾ മുങ്ങിക്കിടക്കാൻ മാത്രമൊന്നും ഒഴിക്കണ്ട. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാൻ എല്ലാ ബണ്ണും ഒരുമിച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ജോലി തീരും. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയ ബണ്ണ് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബണ്ണ് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് സമയം മതിയാവും കേട്ടോ. ഞാനൊരു 4 മിനിറ്റിലധികം സമയം വെച്ചതുകൊണ്ട് എൻ്റെ ബണ്ണ് കുറച്ചധികം ഡാർക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മിനിറ്റ് സമയം വെക്കുമ്പോഴേക്കും തന്നെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് കിട്ടും. ആ സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ബണ്ണ് മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിരിച്ചിട്ട ഭാഗം കൂടി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. വീണ്ടും എല്ലാ ബണ്ണും ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. സാധാരണ വെള്ളം കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൽ കിടന്ന് ചൂടായിക്കോളും. അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബണ്ണിന് നമ്മുടെ മോമോസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. നല്ലൊരു സ്റ്റീംഡ് ബണ്ണായിട്ട് ഇത് മാറും. ആ ഒരു സ്റ്റീം ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് വേണ്ട, ഫ്രൈ ചെയ്ത ബണ്ണാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത മാത്രം മതി. ഈ ബണ്ണ് ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് രണ്ടാമത് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റീംഡ് ബണ്ണിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്കതാണ് ഇഷ്ടം. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ വീണ്ടും ഇങ്ങനെ വെള്ളം ഒഴിച്ച് സ്റ്റീം ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല പഞ്ഞി പോലെ ഉണ്ടാവും കേട്ടോ ബണ്ണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്താണ് കേട്ടോ ഈ ഒരു രീതി കണ്ടത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെ തയ്യാറാക്കിയപ്പോൾ എനിക്ക് ഫ്രൈ ചെയ്തതിനേക്കാളും നല്ലോണം ഇഷ്ടമായി. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ബണ്ണ് ഓരോന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ബണ്ണ് മുഴുവനും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 സമയം മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളി പഞ്ഞി പോലത്തെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും സ്പെഷ്യലാണ് കേട്ടോ. അത് നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലത്തെ ബണ്ണും നല്ല അടിപൊളി ഫില്ലിങ്ങൊക്കെ ആയിട്ട് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക്